കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒക്കെ എടുക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഈ ആഴ്ച ഇടും എന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എലിഷയുടെ കൂടെ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ വാങ്ങിച്ചു. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് നേരത്തെ എനിക്ക് എലിഷ വാങ്ങിച്ചത്, ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇത് ഞാൻ വാങ്ങിച്ചത്. ഇതാണ് എനിക്കിപ്പോൾ ബൊട്ടാണിക്കൽ ജേർണൽ എന്ന് പറയുന്ന സംഭവം ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പം അവിടുത്തെ ചെടികളും ഇതൊക്കെ കാണും, പൂക്കളൊക്കെ കാണും. ഞാൻ അത് പറിച്ചിട്ട് ബുക്കിനകത്ത് വെച്ച് ഉണക്കാൻ വെക്കും. അപ്പോൾ എന്നിട്ട് അതെല്ലാം ഇങ്ങനെ എടുത്ത് ഇതേപോലെ ചെയ്ത് ഇങ്ങനെ ഒത്തിരിയൊന്നുമില്ല, ഇതിനകത്ത് ഒത്തിരിയൊന്നുമില്ല. ഞാൻ നേരത്തെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ കാർഡുകളൊക്കെ ആയിട്ട് ബർത്ത്ഡേക്കും അങ്ങനെയൊക്കെ ഗിഫ്റ്റ് ചെയ്യത്തില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് അതിനെക്കുറിച്ച് എഴുതില്ല, സെർച്ച് ചെയ്തിട്ട് തരസം എനിക്ക് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഓരോ ചെടി ഇലയും കായും ഒക്കെ കൊണ്ടു തരും. ഓക്കെ ശരി. എലീഷ എന്നെ വിളിക്കുന്നു. എന്താണ് എലീസ? എലിഷയും തരസാട് കോളേജിൽ ഒരു പ്രോഗ്രാമുണ്ട്, ഗേൾസിനെ മാത്രം കയറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ പോകും. താമസിച്ചുപോയി, ഏരി എന്തോ ഒരുങ്ങാൻ താമസിച്ച്. ഓ മൈ ഗോഡ്, ശരി എന്നാൽ അവിടെ എത്തിയിട്ട് കാണിക്കാം.
രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല, നാളെ ഫസ്റ്റ് രജിസ്ട്രേഷൻ. ഞാനും ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പോയി കുറച്ച് പേപ്പറൊക്കെ ശരിയാക്കാനുണ്ടായി. പിന്നെയാണെങ്കിൽ ഞാൻ ഈ വിഷയം കൂടി തെരച്ചാടെ കോളേജിൽ പോയി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പുറത്തുനിന്ന് ഗേൾസിനെ മാത്രം കിട്ടുന്നത് അങ്ങനത്തെ എന്തോ പ്രോഗ്രാം. അപ്പോൾ അവിടുത്തെ ഒച്ചയും അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് അത്ര ഒച്ചയും സൗണ്ട് ലൈറ്റും ഒന്നും പറ്റത്തില്ല, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് തലവേദനയൊക്കെ ആയിരുന്നുകൊണ്ട് ഇന്നലെ വീഡിയോയുടെ ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഫോട്ടോയും എടുത്തു, പാസ്പോർട്ട് സൈസ്. ഇതയാൾ വൈറ്റ് വാഷ് ചെയ്ത് വെച്ചേക്കും. പക്ഷെ കുഴപ്പമില്ല, സാധാരണ എനിക്ക് വേറെ ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അയാൾ 2 പ്രാവശ്യം എടുത്തുള്ളൂ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ചിരിക്കാൻ മാത്രം പറഞ്ഞു. പിന്നെ ഇതിനകത്ത് അധികം ഇതൊന്നും ഇല്ല, കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആണെങ്കിൽ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച എനിക്ക് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ എടുത്തുമില്ല, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായി. ഓക്കെ ബൈ, താങ്ക് യു.